ഗൈസ്, ഒരു സൺഡേ വ്ലോഗ് കണ്ടാലോ? രാവിലെ തന്നെ ചായ കുടിക്കാൻ പോവാട്ടോ. ശരിക്കും നമ്മൾ ചായ കുടിക്കുമ്പോഴല്ലേ നമ്മളുടെ ബിസിനസ് മൈൻഡൊക്കെ ഉണരുക. അങ്ങനെ ചായ തീർന്നപ്പോൾ ബിസിനസ് മൈൻഡും കൂടെ പോയിട്ടോ. അങ്ങനെ ചൂട് ചായ കുടിച്ചതിൻ്റെ വിഷമം മാറ്റാൻ ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. റൂമിൽ എത്തിയപാട് സാൻഡ്ര പറഞ്ഞ് നമുക്ക് മൂവി കണ്ടാലോ എന്ന്. പിന്നെന്താ കാണാലോ എന്ന് പറഞ്ഞ് ഞങ്ങളും കാണാൻ തുടങ്ങി. അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ബിരിയാണിയും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. സൺഡേ പിന്നെ ക്ലീനിങ് ഡേ ആണല്ലോ. അപ്പോൾ ക്ലീനിങ് തുടങ്ങിയാൽ പിന്നെ ഡാൻസും തുടങ്ങുമല്ലോ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യം വിട്ടുപോയി. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഓടിപ്പോയി അടിച്ചു വാരി. ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി. പിന്നെ അശ്വതി തുടയ്ക്കാൻ തുടങ്ങി. പിന്നെ സാൻഡ്ര ബാത്റൂമും കഴുകി. ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഉറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ പോയി. ഞങ്ങൾ ടീംസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടേ. പിന്നെ ഒരു മാങ്ങയൊക്കെ പൊട്ടിച്ച് ഉപ്പും കൂട്ടി അങ്ങോട്ട് കഴിച്ചു. ആ ടേസ്റ്റ്, വായിൽ വെള്ളം വരുന്നില്ലേ ഗൈസ്. കണ്ണിമാങ്ങയും ഉപ്പും കട്ടൻ ചായയും, ഏതാ കോമ്പിനേഷനിലെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഷട്ടിൽ കളിക്കാൻ തുടങ്ങി. കാണുമ്പം കുട്ടികളെ പറ്റിച്ച് കളിക്കും പോലെയൊക്കെ തോന്നും. ആക്ച്വലി ഇവർ നമ്മളെയാണ് പറ്റിക്കുന്നത് ഗൈസ്. ഫുൾ ഫൗള് കളിയാണ് ഇവർ. പിന്നെ കുട്ടികളല്ലേന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തു. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. സ്വല്പം ഭക്തി നിർബന്ധമാണേ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന പായസം കിട്ടാനാണല്ലോ. അല്ലെങ്കിലും അമ്പലത്തിലെ പ്രസാദത്തിന് വേറെ തന്നെ ഒരു ടേസ്റ്റാ അല്ലേ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാൻഡ്ര എന്ന പള്ളിയിൽ പോലും പോകാണ്ട് അമ്പലത്തിലേക്ക് വന്നത്. അങ്ങനെ നേരെ ഫുഡും കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.